എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള JSK എന്ന സിനിമയുടെ സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതത്വം നിങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നമ്മുടെ സൈഡിൽ നിന്നും മാധ്യമ സുഹൃത്തുക്കളെയും അതുവഴി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രസ് മീറ്റ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് കിരൺ രാജ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, സേതുരാമൻ കോ പ്രൊഡ്യൂസർ, പ്രവീൺ നാരായണൻ ഡയറക്ടർ, ഫണീന്ദ്രകുമാറാണ് ഇതിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹം ഇന്ന് ചെന്നൈയിലാണ്, വരാൻ സാധിച്ചിട്ടില്ല. ഷംജിത്ത് എഡിറ്ററാണ്. ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നിന്നും സുജിത് നായർ. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ JSK എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുകയും ജൂൺ 12 വ്യാഴാഴ്ച അത് സെൻസർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സെൻസർ ബോർഡിൽ സമീപിക്കുകയും ചെയ്തു. ജൂൺ 18 ബുധനാഴ്ച സെൻസർ കമ്മിറ്റി അത് ചിത്രം കാണുകയും അതിന് നമുക്കറിയാം അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നിർമ്മാതാവിനും സംവിധായകനും അവരുടെ ഭാഗം സംസാരിക്കാൻ വേണ്ടി അവിടെ എത്താൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ അവരവിടെ എത്തുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഈ ചിത്രം 13+ UA എന്ന കാറ്റഗറിയിൽ കാണിക്കാൻ ഇന്ത്യ മുഴുവൻ കാണിക്കാനായിട്ട് എലിജിബിൾ ആണ് എന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. സാധാരണയായി 1-2 ദിവസത്തിനകം സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്നു വരുന്ന ഒരു കീഴ്വഴക്കം. അങ്ങനെ ആ ഒരു നിർദ്ദേശപ്രകാരം ജൂൺ 27 ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് വേണ്ട പ്രൊമോഷൻ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ ഇന്ത്യൻ സിനിമയായി റിലീസ് ചെയ്യേണ്ടതുകൊണ്ട് മറ്റ് 5 ഭാഷകളിൽ ഞങ്ങൾക്ക് ഈ സിനിമ സെൻസർ ചെയ്യേണ്ടതുണ്ട്. മലയാളം സെൻസർഷിപ്പ് കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ അവരെ നിരന്തരം ഫോളോ ചെയ്തപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ടാണ് ഫോൺ മുഖാന്തരം കേരളത്തിലെ റീജിയണൽ സെൻസർ ഓഫീസർ ഞങ്ങളെ അറിയിക്കുന്നത് ഈ ചിത്രത്തിന്റെ പേരുമായി അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് കാരണം എന്ന് അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ജാനകി എന്ന ടൈറ്റിൽ മാറ്റണം എന്നും, ടൈറ്റിൽ മാത്രമല്ല ചിത്രത്തിൽ മുഴുനീളം യൂസ് ചെയ്യുന്ന ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേര് മാറ്റണം എന്നും ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും തന്നിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും എത്രയും പെട്ടെന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുകയോ അല്ലെങ്കിൽ ഷോക്കോസ് നോട്ടീസ് തരികയോ ചെയ്യുക എന്ന് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രസ് മീറ്റിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് 4:35 ആയപ്പോൾ റീജിയണൽ സെൻസർ ഓഫീസർ ഞങ്ങളെ വിളിക്കുകയും അവർ ഒരു പ്രിവ്യൂ കമ്മിറ്റി ഈ വ്യാഴാഴ്ച മുംബൈയിൽ ഈ ചിത്രം ഒന്നുകൂടെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതുമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം. ഇതാണ് ഇതിന്റെ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം എന്നത്. വ്യാഴാഴ്ച ഈ സിനിമയുടെ റിലീസുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് സെൻസർ കമ്മിറ്റിയെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇതുവരെ ഷോക്കോസ് നോട്ടീസ് തരാൻ തയ്യാറായില്ല. ആ ഒരു ഘട്ടത്തിൽ വേറെ വഴികളൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നമ്മളെ ലീഗൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ബിരാൻ MP ആണ്, ഹാരിസ് ബിരാൻ. അപ്പോൾ ഈ സിനിമയുടെ കാര്യവുമായി ഈ റിലീസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവരോട് ഈ കമ്മിറ്റിയായി സംസാരിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തരുന്നില്ല നമുക്ക്. നിങ്ങളതിൻ്റെ പേര് മാറ്റണം, ക്യാരക്ടർ മാറ്റണം എന്ന് പറയുന്നതല്ലാതെ അതിനെന്താണ് റീസൺ? നമ്മൾ ഒരുപാടൊന്ന് ആലോചിച്ച് നോക്കി ആ പടത്തിൽ അങ്ങനെ ഒരു ദേശവിരുദ്ധതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു തരത്തിലും ബോധ്യമാവുന്നില്ല. പിന്നെ ഈ പടം പേര് മാറ്റുക അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ മാറ്റുക എന്ന് പറയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് റിലീസിംഗ് റെഡിയായി നിൽക്കുന്ന ഒരു സമയത്ത് ഇതിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ക്യാരക്ടറിൻ്റെ പേര് എല്ലാ ക്യാരക്ടർമാരും കൂടെ ഉച്ചരിക്കുന്നുണ്ട്. കാരണം സിനിമയുടെ കാതലായിട്ടുള്ള സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. അപ്പോൾ അതിനകത്ത് ആർഗ്യുമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അന്യോന്യം എല്ലാ കൗൺസിലുകളും അതുപോലെ തന്നെ മറ്റുള്ള ക്യാരക്ടറുകളൊക്കെ ഇവർ പേര് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോടതി രേഖകൾ അതിലൊക്കെ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഒരു പുതിയ സിനിമ എടുക്കുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും ചെയ്യേണ്ട ഒരു ആവശ്യകത വരും. കാരണം എല്ലാ ആക്ടേഴ്സും ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട്
ഡബിങ് തന്നെ റീഡബിങ്ങിന് തന്നെ ആണെങ്കിലും ഇവരെ മുഴുവൻ നമ്മൾ വീണ്ടും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു ഡബ് ചെയ്യും. ബാക്കിയുള്ള എല്ലാ വർക്കുകളും വീണ്ടും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ഇതൊരു ഭാരിച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ ഈ സിനിമ 27-ാം തീയതി റിലീസ് ചെയ്യാൻ 27ഓളം കൺട്രികളിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ഭാഷകളിൽ 27 കൺട്രികളിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പ്രൊമോഷൻ ആക്ടിവിറ്റീസും നമ്മൾ വളരെ മുമ്പേ തന്നെ ചെയ്ത് കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ അതിനും വേണ്ടി നമ്മൾ ചെലവഴിച്ചു. പെട്ടെന്ന് ഇപ്പോൾ യാതൊരു കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പേര് മാറ്റണം എന്ന് പറയുമ്പോൾ ഈ പ്രൊഡ്യൂസർ സൈഡിലുള്ള ഭാഗത്ത് ഞാനൊക്കെ പുതിയ സിനിമ ഇതൊരു ആദ്യത്തെ സിനിമയാണ്, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആദ്യത്തെ സിനിമയാണിത്. ഒരു നവാഗത പ്രൊഡ്യൂസർ എന്നുള്ള നിലക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്നെ ഇതിലേക്ക് വരണ്ട, ഇതിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പലതുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സെൻസർ ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് പ്രൊഡ്യൂസർ അസോസിയേഷൻ നമുക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ലീഗൽ ആസ്പെക്റ്റിൽ മുന്നോട്ടുള്ള നിയമ നടപടികളൊക്കെ അവരും വേണം കക്ഷി ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ വീണ്ടും അവരുടെ ഒരു റിവ്യൂ കമ്മിറ്റിക്ക് വെച്ചിട്ടുള്ള അവരോട് വീണ്ടും അഭ്യർത്ഥിക്കുന്ന ഇതാണ്, ഇതുപോലെ തന്നെ റിലീസ് ചെയ്ത് തരിക. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള, നിങ്ങൾ കണ്ടാലറിയാം, യാതൊരു തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതിനകത്തില്ല. ജാനകി എന്നുള്ളൊരു പേര് മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് മുമ്പേ അവർ തന്നിട്ടില്ല. ഇതിനറിയാമല്ലോ, സിനിമ പ്രൊഡക്ഷനിൽ പല ഘട്ടങ്ങളിൽ നിങ്ങൾ ഇവർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെടുന്നത്, ആ സമയത്തൊന്നും ഒരു ഒബ്ജക്ഷൻ ഇല്ലാതെ ഇപ്പൊ ലാസ്റ്റ് നിമിഷം, അവസാന നിമിഷം ഇതിങ്ങനെ ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് മാറ്റണം എന്ന് പറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട്, പ്രായോഗിക ബുദ്ധിമുട്ട് വളരെ വലുതാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അത് കണ്ടിട്ട് തന്നെ ഈ വ്യവസായം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഈ രീതിയിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള കൃത്യമായ ഗൈഡ് ലൈൻസും മുമ്പേ തന്നെ ഇറക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി അവരോടുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് നിങ്ങളെല്ലാവരും സഹായത്തോടെ ഇത് ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് നോക്കിയിട്ട് നമുക്കത് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട് ഈ കൂട്ടത്തിൽ. ഇപ്പൊ റിവ്യൂ കമ്മിറ്റി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെർബലിയാണ്. അവർ ഇന്റേണൽ എടുക്കൂ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഈ റിവ്യൂ കമ്മിറ്റി ഈ വ്യാഴാഴ്ച ഈ സിനിമ ഒന്നുകൂടെ കാണുന്നു എന്ന് മാത്രമാണ് ഞങ്ങളിപ്പോ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പല അനിശ്ചിതത്വങ്ങളും തുടരുന്നുണ്ട്. 4:35 ആയപ്പോൾ റീജിയണൽ സെൻസർ ഓഫീസറിന്റെ കോളിലൂടെ, ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വന്ന കോളിലൂടെയാണ് അദ്ദേഹം ഇത് അറിയിച്ചത്. അത് നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പേ നമ്മുടെ ഇതിനകത്ത് ജാനകി എന്താണ് എന്നുള്ളത് നമ്മളെ ഡയറക്ടർ അതിന്റെ രചയിതാവിനൊന്നും നിങ്ങളുടെ മുമ്പിൽ ഇല്ല, റീസൺ ഒന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. അങ്ങനെയാണ് ഫയൽ ചെയ്തത്. റീസൺ നമ്മൾ പറയുന്നില്ല, നമ്മൾ പടത്തിന്റെ റിലീസിങ് തരാതില്ലൂ. റീസൺ നമുക്കറിയില്ല. പേര് മാറ്റണം എന്ന് അവർ വെർബലി പറഞ്ഞിട്ടുണ്ട്. ഈ ജാനകിന്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് അതിന്റെ പുറകിലുള്ള റീസൺ നമുക്കറിയില്ല. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുള്ളതും എന്താണ് റീസൺ എന്നുള്ളതും. ഈ റിവ്യൂ കമ്മിറ്റിക്ക് പോകുന്ന കാര്യം പോലും ഞങ്ങളെ അറിയിച്ചത് വാർത്തയിലാണ്. ഇനി ബാക്കിയുള്ള അപ്ലോഡിങ്ങും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്യേണ്ടതാണ്. എന്താണ് ജാനകിക്കുള്ള ബുദ്ധിമുട്ട് എന്ന് നമ്മുടെ അതിന്റെ രചയിതാവും ഡയറക്ടറും തന്നെ നിങ്ങളെ മുമ്പിൽ പറയും. CBFCക്ക് ഞങ്ങളുടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളല്ല. ഇത് എപ്പോഴും പ്രൊഡ്യൂസറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് CBFC. അവർ പറഞ്ഞത് അറിവുകളെ എനിക്കുള്ളൂ. നമുക്ക് 18-ാം തീയതി ഞാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു, ലെനിൻ തിയേറ്ററിൽ പോയി സംസാരിച്ചിരുന്നു. അവർ സിനിമ കണ്ടു, മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു സിനിമയാണ്. 4 ജൂറി മെമ്പേഴ്സും ഉണ്ടായിരുന്നു, കുറെ വിജിലൻസ് സെൻസർ ഓഫീസറും ഉണ്ടായിരുന്നു. അതിനുശേഷം ആവപ്പാട് എന്നോട് പറഞ്ഞൊരു കമന്റ്, അവർ US സർട്ടിഫിക്കറ്റ് 16+ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് പറഞ്ഞു, എനിക്ക് 13+ വേണമെന്ന് പറഞ്ഞു. അവർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, ഡിബേറ്റിലേക്ക് വന്നിരുന്നു. ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് 13+ അല്ലെങ്കിൽ 13 വയസ്സിന് മുകളിലുള്ള കുട്ടിയുടെ സിനിമ എന്തിനു കാണണം എന്നുള്ള സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ സംസാരിച്ചതിന് പുറത്ത് അവർ 13+ തന്നു. അത് ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ട്രിവാൻഡ്രത്ത് തിരികെ വന്നത്. അതിനുശേഷം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്കാണ്, 3 മണി സമയത്ത് ഞാൻ കൊണ്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും DA സ്റ്റുഡിയോയിൽ നമ്മുടെ കളർ പ്ലാന്റിൽ ഇരിക്കുവാണ്. അന്നേരം ഞങ്ങൾക്ക് UAയിലേക്കുള്ള കണ്ടന്റ് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ദിവസമായിരുന്നു. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് വന്നെങ്കിൽ മാത്രമേ ഇത് അറ്റാച്ച് ചെയ്ത് നമുക്ക് അവിടെ സെൻസറിന് അയക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങളോട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല, വിഷയമാണെന്ന് പറയുന്നു.
അതേ തുടർന്ന് വെള്ളി, ശനി, കഴിഞ്ഞ തിങ്കളാഴ്ച ഇത്രയും ദിവസങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്പോഴും എനിക്കറിയാൻ സാധിക്കുന്നത് ഇവര് എന്താണ് കാരണം എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. എന്നാൽ തടഞ്ഞു വെക്കുകയും ചെയ്യുക. കൈൻഡ് ഓഫ് എന്താ പറയുന്നത്, ഒരു ഭീഷണി. എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഒരു പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. അപ്പം ഇത്രയും പൈസ ഇറങ്ങി എടുക്കുന്ന പ്രൊഡ്യൂസറാണ് അദ്ദേഹം. ഒരാളുടെ മാത്രമല്ല, ഒരുപാട് പേരുടെ പൈസ ഇൻവോൾവ്ഡാണ്. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നവും പ്രതീക്ഷയും അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ അധ്വാനവുമാണ്. ഇപ്പൊ ലൂസിഫർ സിനിമയ്ക്ക് ശേഷം എഡിറ്ററെ സംബന്ധിച്ച് നല്ല വലിയൊരു സിനിമ വന്നിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ് 2.5 വർഷമായിട്ട് ഇപ്പൊ എന്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ്. അങ്ങനെ ടീമുണ്ട്, ഒരുപാട് പേരുടെ കലാകാരന്മാരുണ്ട്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം അടുത്ത സിനിമകൾ കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. വിളിച്ചപ്പോഴെല്ലാം ഓടി ഒന്ന് സഹകരിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവരുടെയും കൂടാണ് ഈ സിനിമ. കൃത്യമായ കാരണം എന്താണെന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പം ഇതൊരു സിനിമയാവുന്നത് കൊണ്ടും സമൂഹത്തിൽ നാളെ നമ്മളായിട്ടൊരു വിഷയം എങ്ങനെയും ഉണ്ടാകുന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതുവരെയായിട്ട് ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഏതെല്ലാം മാർഗങ്ങൾ എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് പറ്റുന്നവരെ നമ്മൾ ശ്രമിച്ചതിന് ശേഷവും അവരുടെ സൈഡിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. നമുക്ക് വേറെ മാർഗമൊന്നുമില്ല ഇതിനകത്ത്. നമുക്കറിയാവുന്ന മാർഗം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ഞാനത് പറഞ്ഞു, അവര് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സും അതേ സ്റ്റാൻഡിലാണ്. ഒന്നും റീസൺ പറയട്ട് എന്താണെന്നുള്ളത്. കാരണം ചരിത്രപരമായിട്ടോ പുരാണപരമായിട്ടോ എടുത്തൊരു കഥയൊന്നും അങ്ങനെ ഒരു സിനിമയോ അങ്ങനൊന്നും അല്ല. ഇതൊരു കഥയാണ്. അതും റിയലിസ്റ്റിക് ആയിട്ട് നടന്ന ഒരു കഥയെ ആസ്പദമാക്കി എടുക്കുന്ന ഒരു സിനിമയാണ്. 2018 പത്രത്തിൽ വാർത്ത വന്ന ഒരു സിനിമയാണ്, ഒരു കഥയാണിത്. പിന്നെ ജാനകി എന്നുള്ള പേര് ഇപ്പം അതിനെപ്പറ്റി ആണോ എന്ന് എനിക്ക് അറിയാത്തടത്തോളം കാലം ഞാൻ അതിനെപ്പറ്റി പറയുന്നൊരു അർത്ഥമില്ല. നമ്മുടെ അടുത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ പേര് കൊണ്ടാണ് എന്ന് ഒഫീഷ്യലി ആരും നമ്മുടെ അടുത്ത് പറയാത്തടത്തോളം കാലം അതിനെപ്പറ്റി ചർച്ച കൊണ്ടുവന്ന അർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതന്നെയാണ് പറഞ്ഞത്, ജാനകിയുടെ തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഞാനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തില്ല. ജാനകി എന്നുള്ള പേര് ടൈറ്റിൽ മാറ്റണം, അതുപോലെ ക്യാരക്ടർ മാറ്റണം. എന്തോ ഒരു ഷോക്ക് ഔട്ട് നോട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേസ് പോലും ഫയൽ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് എന്താണെന്ന് ഞങ്ങൾ പറയണ്ടേ, നിങ്ങളോട് പറയണ്ടേ, ഞങ്ങൾ അറിയണ്ടേ. ഇനി ഏതൊരു വിധത്തിൽ ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. ഇത്രയും പൈസ മുടക്കി നിർമ്മിച്ചൊരു സിനിമയാണ്, ഇത് റിലീസ് ചെയ്തല്ലേ പറ്റുള്ളൂ. ജാനകി ഇപ്പൊ പേര് മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ എന്താണ് കാരണം ഞങ്ങൾക്ക് അറിയണ്ടേ. പേര് തയ്യാറാണെന്നുള്ളതിന്റെ പേര് മാറ്റാൻ മാറ്റണമെന്നേ പറഞ്ഞുള്ളൂ. എന്താണ് റീസൺ അവർ ഷോക്കോസിലെത്തി ഷോക്കോസ് നോട്ടീസാണ് തരേണ്ടത്. ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് നോർമലി 2 ദിവസത്തിനുള്ളിൽ ഒരു സെൻസർ നടപടി പൂർത്തിയായി കഴിഞ്ഞാൽ ചിത്രത്തിന് ഒന്നിൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടും. അതല്ല അവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊരു ഷോക്കോസ് നോട്ടീസ് ഫോർ സബ്മിറ്റിംഗ് ദ കട്ട്സ്, അവർ പറയുന്ന നിർദ്ദേശിക്കുന്ന കട്ട്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഷോക്കോസ് നോട്ടീസ് നമുക്ക് തരാറുണ്ട് പതിവ്. ഈ ഒരു ഇതിൽ നമുക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടാനുള്ള താമസമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്കിപ്പം 27 അന്ന് സംസാരിച്ച കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ 13-ാം തീയതി US 13+ കിട്ടി. അപ്പൊ സെൻസർ പൂർത്തിയായി, വേറെ കട്ടൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അനൗൺസ്മെന്റ് ചെയ്തു, പരസ്യങ്ങൾ ചെയ്തു, ഹോർഡിങ്ങൾ ചെയ്തു. നിങ്ങൾ തന്നെ എറണാകുളത്ത് നോക്കി അറിയാം, എല്ലായിടത്തും ഹോർഡിങ് നമ്മളതിന്റെ പരസ്യം പബ്ലിസിറ്റി ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മൾ പേര് മാറ്റാതെ തന്നെ ഇത് സെൻസർ ചെയ്തിട്ടുള്ള ഒരു അഭ്യർത്ഥന നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഒന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. സാമ്പത്തിക ബാധ്യതയുണ്ട്, സമയം എടുക്കുന്ന പ്രോസസ്സാണ്, കൺസ്യൂമിംഗ് ആണ്. അത് മാത്രമല്ല ഇപ്പോഴാ സിനിമ കണ്ട എല്ലാവരും മികച്ച ഒരു സിനിമ എന്ന് അഭിപ്രായപ്പെട്ട ഒരു സിനിമ ഈ 96 സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന കുറ്റങ്ങളും കുറവുകളും അതിന്റെ ഫ്ലോ ഇല്ലാതാവും. കാരണം ഈ സിനിമയിലെ ഒരുപാട് കഥാപാത്രങ്ങൾ ജാനകി എന്നുള്ള പല രീതിയിൽ, പല സന്ദർഭങ്ങളിൽ, പല സമയങ്ങളിൽ, പല മോഡുലേഷനിൽ വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ റീഡപ്പ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത് എത്രത്തോളം വർക്കാവുന്ന ആസ് എ ക്രിയേറ്റർ എനിക്ക് അറിഞ്ഞുകൂടാ. കോ പ്രൊഡ്യൂസറെ ഇങ്ങനെ ഒരു കാരണമാണ് എന്ന് പറഞ്ഞ് വിളിച്ചറിയിച്ചപ്പോൾ ഇതിലെ നായകൻ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്, കേന്ദ്രമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുവെല്ലാം അറിയിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇതിനെപ്പറ്റി അവെയർ ആണ്. പക്ഷെ അദ്ദേഹത്തിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു കേന്ദ്രമന്ത്രി അവരുടെ മന്ത്രി എന്നുള്ള രീതിയിൽ അവരുടെ ഒരു അതല്ല, ഇത് നിങ്ങൾ വളരെ സദുദ്ദേശപരമായിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തിന് അത് ബോധ്യമുണ്ട്, അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. അതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തെ ഒരു കേന്ദ്രമന്ത്രിയായിട്ടല്ല സിനിമയിൽ എടുത്തിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് സുരേഷ് ഗോപി, അല്ലെങ്കിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്നുള്ള ആ മാർക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ. അതിനുള്ള ശമ്പളം കൃത്യമായിട്ട് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വിളിച്ച സമയം നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. ഈ സിനിമയായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹം, കാരണം അദ്ദേഹത്തിന്റെ കൂടെ സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഓരോ പ്രൊമോഷനിലും വന്നിട്ട് ഇത് എന്റെ ശബ്ദമല്ല, എന്റെ സിനിമയല്ല, ഇത് ജാനകിയുടെ സിനിമയാണ്, വോയിസ് ഓഫ് ജാനകി എന്ന എല്ലാ പ്രൊമോഷൻ കാര്യങ്ങളും സുരേഷ് ഏട്ടൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനു മുകളിൽ അല്ല, അത് അറിയുന്നുണ്ട്, അത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇത്. കാരണം അദ്ദേഹം തന്നെ വളരെ അദ്ദേഹത്തിന്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം.
അത്ര നല്ലൊരു കഥാപാത്രമാണ്, വളരെ ഇതായിട്ടുള്ള. പക്ഷെ അദ്ദേഹത്തിന് ലിമിറ്റേഷൻ ഉണ്ട് മന്ത്രി ഉള്ളത്. അല്ല, അദ്ദേഹം ഇത് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞിരുന്നത്. ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നു. അതിലെന്താണ് തീരുമാനം എന്നുള്ളത് ഷോ പോസ്റ്റേഴ്സ് വരുമ്പോൾ അറിയാമെന്നുമായിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതിനെപ്പറ്റി നമ്മൾക്കറിയില്ല, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, ഈ സംഭവം നിങ്ങളെ രീതിയിൽ തന്നെ അത് ടേക്കപ്പ് ചെയ്യൂ. അതേപോലെ നമ്മൾ എന്ത് രീതിയിൽ നമ്മൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഇതുമായിട്ട് പോകാം. CBFC നിന്ന് നിങ്ങൾക്ക് സംസാരിച്ച് അതിൽ ക്ലിയർ ആയില്ലെങ്കിൽ CBFCയുടെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ CBFCയിൽ നമ്മൾ റീജിയണൽ ഓഫീസിൽ നമ്മൾ സെൻസറിന് കൊടുത്തിട്ട് അവിടെ നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ നിർദ്ദേശങ്ങളോ മാറ്റങ്ങളോ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് റിവൈസിംഗ് കമ്മിറ്റിയെ സമീപിക്കാം. അല്ലെങ്കിൽ റിവൈസിംഗ് കമ്മിറ്റിക്ക് റിവ്യൂവിന് നമ്മൾ നിർദ്ദേശിക്കാം. അപ്പം സ്വാഭാവികമായിട്ടും റീജിയണൽ ഓഫീസിൽ നിന്ന് റിവൈസിംഗ് കമ്മിറ്റി വിടുകയാണ് ചെയ്യുക. റിവൈസിംഗ് കമ്മിറ്റി ഇല്ലെങ്കിൽ അതിന് മുകളിലോട്ട് നമുക്ക് ഉണ്ട്, ട്രൈബ്യൂണൽ, അങ്ങനെ പല ഇതുകളുണ്ട് ഇതിനുണ്ട്. അപ്പം അതല്ലെങ്കിൽ ഇവിടെ കോടതി ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ കാര്യം ന്യായമാണെന്ന് തോന്നുന്നിടത്തോളം കാലം, നമുക്കത് കൺവിൻസ് ചെയ്യുന്നിടത്തോളം കാലം നമുക്കത് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ കോടതി, പിന്നെ കോടതിയും കൈവിട്ടുകയാണെങ്കിൽ പിന്നെ എന്താണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി കടുംപിടുത്തം ഈ പേര് മാറ്റാൻ പറ്റിയ ഒന്നും നമുക്ക് കാരണം അറിയത്തില്ല. രണ്ടാമത് നമുക്ക് ഈ കാരണം പറഞ്ഞ് നമുക്ക് കൺവിൻസിങ് ആണെങ്കിൽ പോലും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു രീതി, കാരണം നമുക്കൊരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഏത് പേരിടണം എന്നുള്ളത് നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അത് നമ്മൾ വെച്ചാണ് അദ്ദേഹത്തിന്റെ റീസൺ വെച്ചിട്ടായിരിക്കും അദ്ദേഹം ആ കഥാപാത്രത്തിന് ആ പേര് നൽകിയത്. അപ്പം ആ ഒരു പേര് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പബ്ലിസിറ്റി ചെയ്തു. ഇനി ഇത് ചെയ്യുന്നതിന്റെ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ഡബ് ചെയ്യുന്നത് മറ്റൊന്നല്ല, ഈ എല്ലാ പോസ്റ്റേഴ്സും മാറ്റേണ്ടി വരും. കാരണം നമ്മൾ തിയേറ്ററിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ്, ഫ്ലെക്സ് മെറ്റീരിയൽ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ പബ്ലിസിറ്റിയാണ് ഔട്ട്ഡോർ പബ്ലിസിറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞത്. അതെല്ലാം മാറ്റണം. കാരണം ഇതിനൊരു പീരീഡ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഓഡിയൻസ് ഒക്കെ എടുക്കുന്ന ഒരു 30 ദിവസമാണ്. റിലീസിന് 15 ദിവസം മുന്നേ, റിലീസിന് ശേഷം 15 ദിവസം. അപ്പൊ ഈ പടം ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും 15 ദിവസം കഴിയും. അപ്പോഴേക്കും പബ്ലിസിറ്റിയുടെ കാലാവധി കഴിയും. വീണ്ടും നമ്മൾ ഈ പബ്ലിസിറ്റി മുടക്കിയ തുക വീണ്ടും ഒന്നേന്ന് മുടക്കുകയാണ്. കോടിക്കണക്കിന് രൂപ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള സാമ്പത്തിക ചെലവ്, ഈ പോസ്റ്റ് പ്രൊഡക്ഷന്റെ എക്സ്പെൻസ് വിട്ടേക്കുക, അതൊരു 1 കോടി താഴെ 2 ലക്ഷം രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് ഓക്കെ, നമ്മൾ പ്രൊഡക്ഷൻ എക്സ്പെൻസ് കൊടുക്കും. വീണ്ടും മാർക്കറ്റിംഗിലോട്ട് എത്തുക, അതിനുവേണ്ടി വീണ്ടും പണത്തിലൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ പേരിൽ തന്നെ ഈ ചിത്രം റിലീസ് ചെയ്യാനായിട്ട് അനുവദിക്കണം. അതുകൊണ്ട് റിവൈസിംഗ് കമ്മിറ്റിയോട് നമ്മൾ പറയുന്ന, റിവൈസിംഗ് കമ്മിറ്റി കാണുന്ന ആളുകളെങ്കിലും അതിന്റെ അകത്ത് യാഥാർത്ഥ്യ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അത് ഈ പേരിൽ തന്നെ റിലീസ് ചെയ്യാൻ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പം വ്യാഴാഴ്ച ബോംബെയിൽ റിലീസിംഗ് കമ്മിറ്റി ചിത്രം കാണുമെന്നാണ് ഇപ്പൊ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം നമ്മൾ എന്താണെന്നുള്ളത് ആലോചിക്കുക എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം അതല്ല, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിൽ ലീഡ് ആക്ടർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ സിനിമയ്ക്ക് റിലീസിന് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടാകുന്നു, അതും സെൻസർ ബോർഡിന്റെ ഭാഗം അദ്ദേഹത്തിന് ഇടപെട്ടിട്ട് പരിഹരിച്ചിട്ടുണ്ട്. കാരണം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇതേ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പത്രം സിനിമയുടെ റിലീസിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് റിലീസിന് പ്രശ്നം ഉണ്ടായ സമയത്ത് അന്ന് വാർത്താവിനിമയ പ്രമോദ് മഹാജനായിട്ട് സുരേഷ് ഗോപി ഉൾപ്പെടെ സംസാരിച്ചാണ് റിലീസിനെ സംബന്ധിച്ച്. അപ്പൊ സമാനമായിട്ടൊരു സാഹചര്യം സുരേഷ് ഗോപി എന്തുകൊണ്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന്, അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അധികം എടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ? അല്ല, ഇത് താങ്കൾ ചോദിച്ച കറക്റ്റ് ചോദ്യമാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന ഇപ്പം ഇതേ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇത് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് ഒരു കേന്ദ്രമന്ത്രിയല്ലേ, ഇതാ വിളിച്ചു പറഞ്ഞാൽ പോരെ, ഇതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. ഇതൊരു രാജ്യമാണെന്നും നമ്മൾ ജീവിക്കുന്ന ഒരു എന്താ പറയുക കുറെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുള്ള കുറെ കാര്യങ്ങളുടെ അണ്ടറിലാണെന്നും സെൻസർ ബോർഡ് എന്ന് പറഞ്ഞൊരു ഓട്ടോണമസ് ബോഡിയാണെന്നും അതിന്റെ തീരുമാനം എന്ന് പറയുന്നത് കോടതിയിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ നിയമവശം. അല്ലാണ്ട് ഇവിടുന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് നേരെ വിളിച്ച് സെൻസർ ബോർഡ് വിളിച്ച് പറഞ്ഞിട്ട് പടം വരുന്നുണ്ട്. സെൻസർ ബോർഡ് മെമ്പർമാർക്കും അറിയാലോ ഇത്. അല്ല, അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ വഴിക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് കോടതികളുണ്ട് മുമ്പിൽ, നിങ്ങൾ അതിന്റെ റിവ്യൂ കമ്മിറ്റിയുടെ മുന്നിൽ പോടൂ, അതിന്റെ ട്രൈബ്യൂണൽ ഉണ്ട്, അതിന് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന സെൻസർ ബോർഡ് ടീമുകൾക്കും അറിയാം ഇത് കേന്ദ്രമന്ത്രിയാണെന്നുള്ളത്. അപ്പൊ അതിനകത്ത് അങ്ങനത്തെ യാതൊരു ഫേവറിസം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സംവിധാനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് റെക്കമെൻഡ് ചെയ്യാന്നുള്ളത് അദ്ദേഹത്തിന് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ശരിയാണ്, ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഉള്ളായിരിക്കാം. അതിനാദ്യം നമ്മൾ പ്രശ്നം എന്താണെന്ന് അറിയണം. പ്രശ്നം എന്താണെന്ന് അറിയാത്തടത്തോളം കാലം നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക? അഡ്മിൻ മിനിസ്റ്റർ സംസാരിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമാണ്. നമുക്ക് അറിഞ്ഞുകൂടും, നമുക്കറിയാൻ പറ്റാ പ്രശ്നം എന്താണെന്നൊന്ന്. രണ്ട്, നമുക്ക് അറിയില്ല അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹത്തിന്റെ വഴിക്ക് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ല, ഇതിന്റെ വേറെ കാര്യമില്ല. തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വഴിക്കുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സിനിമയാണ്. ഒരുപാട് പേരുടെ എന്താ പറയുക സ്വപ്നവും വിയർപ്പും നീരും എല്ലാം ചെലവാക്കിയ ഒരു സിനിമയാണ്. അപ്പൊ ഇത് ഇറങ്ങുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ഒരു ആവശ്യം.
ഇതൊരു നമ്മളെ ജീവിക്കുന്ന ഇന്നും നമ്മൾ ഈ സമൂഹത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്താണ് ജീവിക്കുന്നതെന്നും ഇവിടുത്തെ നിയമവശങ്ങളെ കുറിച്ച് എന്നേക്കാൾ ബോധവാന്മാരാണ് നിങ്ങളെല്ലാവരും എന്നേക്കാൾ നല്ലപോലെ ബോധവാന്മാരാണ്. നാളെ നമ്മളൊരു കോടതി വ്യവഹാരമായിട്ട് നീങ്ങിയാൽ ഏതെല്ലാം വഴിക്ക് ഇത് എഫക്ട് ചെയ്യപ്പെടും, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ അറിയാം. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്നത് നമ്മളൊരു സിനിമയാണ്, അത് എങ്ങനെയും ഇറക്കണം. അത് അതിന്റെ സോളുണ്ട്, അത് ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ആ സിനിമയ്ക്ക്. 2022 ഷൂട്ട് തുടങ്ങി പല സന്ദർഭങ്ങളും നിന്നുപോയൊരു സിനിമ കോ പ്രൊഡ്യൂസറായിട്ട് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഒന്ന് അതിന്റെ എല്ലാ പിക്കിലും എത്തിയത്. ഫരീന്ദ്രകുമാർ ഒരു സൈഡിൽ അദ്ദേഹത്തിനോട് പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും, കാരണം സിനിമയാണ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് വലിയൊരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴേ അതിന്റെ സ്കെയിൽ മനസ്സിലാവും. ഇപ്പം സുരേഷ് ചേട്ടൻ എന്ന് പറയുന്നത് ചേട്ടനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയായിട്ടും അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പറയുവാണെങ്കിൽ ഇന്നീ നിമിഷം വരെ നീതിയോടുകൂടി തന്നെ എന്നോട് പെരുമാറിയിട്ടുള്ളൂ, ഈ സിനിമയോടും പെരുമാറിയിട്ടുള്ളൂ. അതിനകത്തൊന്നും യാതൊരു തർക്കവും ഇല്ലാത്ത വിഷയമാണ്. അപ്പം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അത് വലിച്ചിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ചർച്ചയേക്കാൾ സുരേഷ് ഗോപി ജാനകി സിനിമയിൽ എന്ത് ചെയ്തു എന്നതിനേക്കാൾ ജാനകി സിനിമ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ചർച്ച ചെയ്യപ്പെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ കേരള പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞു. പ്രശ്നം എന്നുള്ളത് പേരിനപ്പുറമുള്ള മറ്റെന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഈ പേര് മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇതിനു മുമ്പുള്ള സമാന സംഭവങ്ങൾ ഉണ്ടായിട്ട് പത്മകുമാറിന്റെ സിനിമയിൽ എബ്രഹാമും ജാനകിയും വന്നു, ഇതേപോലെ ഇഷ്യൂ ഉണ്ടായി, അവസാനം ജാനകി. അതേപോലെ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണ്? ഈ രണ്ട് ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. ഈ പറഞ്ഞ മറ്റൊരു സിനിമയുടെ കാര്യം ഞാൻ ജസ്റ്റ് ന്യൂസിൽ കൂടെയാണ് അറിഞ്ഞത്. എനിക്കറിയില്ല അത് അദ്ദേഹം മാറ്റിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് മാറ്റിയത്, അല്ലെങ്കിൽ ആ സിനിമയിൽ ആ പേരിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു ഇതൊന്നും നമുക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്ന കാര്യം എന്റെ സിനിമ അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ, എന്റെ സിനിമ എന്നല്ല പറയുന്നത്, ഞങ്ങളുടെ സിനിമയ്ക്കകത്ത് ജാനകി എന്ന് പറയുന്ന ഒരു വികാരമാണ്. ജാനകിയാണ് അതിന്റെ ലീഡ് റോള്. ആ കഥാപാത്രത്തിന്റെ പേര് പോകുക എന്ന് പറയുന്നത്, പേരെന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റിയാണ് അല്ലെ. നമ്മളെല്ലാ നാമങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. സ്ഥലങ്ങളായാലും വസ്തുക്കളായാലും എന്തും നാമങ്ങളിലൂടെയാണ് അറിയപ്പെടുന്നത്. ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ആത്യന്തികമായിട്ട് ഞാനിവിടെ ഇരുന്നുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രസംഗിക്കുന്നതിനേക്കാൾ അതിന്റെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ എപ്പോഴും ഞാൻ മനുഷ്യന്റെ വികാരങ്ങൾ, ഇപ്പോൾ ഇതൊരു പ്രൊഡ്യൂസറാണ്, അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പൈസയുണ്ട് ഇതിനകത്ത്, ഒരുപാട് പേരുടെ കരിയറുണ്ട്, ലൈഫുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ നാളെ ഇതിലേക്ക് എങ്ങനെ വരുമെന്ന്. പക്ഷെ ഈ കറന്റ് മൊമെന്റിൽ പേര് മാറ്റുന്നതിനെ പറ്റി ഒരിക്കൽ പോലും എന്നോട് ഒരു പ്രൊഡ്യൂസറും ആവശ്യപ്പെടുകയോ ഒരാൾ പോലും ചോദിക്കുകയോ ഞങ്ങളുടെ ചിന്തകളിലോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ കാര്യം ഇല്ല. ഈ 18-ാം തീയതി ലേണിംഗ് തിയേറ്ററിൽ ഇത് കാണുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഇതിലെ സെൻസർ ബോർഡിലെ കേരള പാനലിലുള്ള 4 അംഗങ്ങൾക്കും അത് ബോധിച്ച കാര്യമാണ്. അപ്പൊ അവർക്ക് ബോധ്യപ്പെട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ കാര്യത്തിന് മേലെയാണ് ഇപ്പൊ ഈ കത്രയിൽ വീണിരിക്കുന്നത് അല്ലേ. അപ്പൊ അവരും രണ്ടുതിട്ടിലേക്ക് ഇവിടെ ഈ പാനലിൽ ബോധ്യപ്പെട്ടു പൂർണ്ണമായിട്ട്. അങ്ങനെയല്ലല്ലോ, അതല്ലല്ലോ ഇവിടെ കണ്ടിട്ട് ഇതുവരെ തടസ്സം പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത്? ഇവിടെ നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി കണ്ടിട്ട് അവര് പടത്തിന് ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാനും 13+ എന്നുള്ള രീതി നൽകാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിന്റെ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അപ്രൂവലും ബോംബെ നിന്നാണ് വരേണ്ടത്, റീജിയണൽ ഓഫീസിൽ നിന്നല്ല വരേണ്ടത്. അപ്പൊ അവർ ഇവിടുന്ന് അതിന്റെ മറ്റ് ഡോക്യുമെന്റുകളും സിനോപ്സിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ അയച്ചിട്ട് അവിടെ നിന്നും ഒരു അപ്രൂവൽ വന്ന് ആ അപ്രൂവലാണ് വരുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഇവിടെ ഇഷ്യൂ ആവുക. ഇവിടുത്തെ റീജിയണൽ ഓഫീസർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. പണം കാണുന്നത് ഇവിടെയാണ്, പക്ഷെ സർട്ടിഫിക്കറ്റ് വരേണ്ടത്, അപ്രൂവൽ വരേണ്ടത് മുകളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അത് അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇവിടുന്ന് സെൻസസ് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് റീജിയണൽ ഓഫീസർ നമുക്ക് നൽകത്തുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥമാണ് നമുക്ക് മുകളിൽ നിന്നുള്ള അപ്രൂവൽ വരാനായിട്ടുള്ള ഡിലേ വന്നപ്പോഴാണ് ഈ ഒരു പേര് സജഷൻ അവരൊന്ന് പറയുന്നത്. അപ്പൊ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പേര് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ മുമ്പേ പറഞ്ഞ മറ്റൊരു ഡയറക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴും അവിടെ അദ്ദേഹത്തിന് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് പറയാൻ നമുക്കത് പറ്റത്തില്ലെങ്കിൽ നമുക്കതിനെ ആർഗ്യൂ ചെയ്യാം, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം CBSE നൽകുന്നുണ്ട്. അപ്പം അടുത്ത ഓപ്ഷനാണ് റിവ്യൂ കമ്മിറ്റിക്ക് വിടുക. അതല്ല, റിവ്യൂ കമ്മിറ്റിക്ക് വിടുന്നത് അതിന് മുകളിലുള്ള ബോഡീസ് ഉണ്ട്, CBSE തന്നെ അടുത്ത അതോറിറ്റി ഉണ്ട്, ഹയർ അതോറിറ്റീസ് ഉണ്ട്, ഹയറാർക്കി ഉണ്ട്. അവിടെ പോകാൻ പറ്റുന്നില്ല, അവിടെ ഒന്നും കിട്ടുന്നില്ല, നമുക്ക് കോടതിയിൽ പോകാം. അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം. അപ്പം റിവ്യൂ കമ്മിറ്റി ഇപ്പൊ ഈ പടത്തിന് നമ്മൾ ഇതേവരെ ഫോം ചെയ്തായിരുന്നു. വൈകുന്നേരമാണ് നമ്മൾ കോടതിയിൽ നിന്ന് ഇതിന്റെ നമുക്ക് കോടതിയിൽ നിന്ന് അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഷോക്കോസ് എന്താണ്, ഇതിന്റെ റീസൺ എന്ന് അറിയാന്നുള്ളതാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കി എന്തെങ്കിലും ഇതാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷോക്കോസ് കിട്ടിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഷോക്കോസ് കിട്ടാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് നമ്മൾ പേരോ ക്യാരക്ടറോ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ അത് നിങ്ങൾ നേരത്തെ അവിടെ ചോദിച്ചതുപോലെ കാരണം അറിഞ്ഞാൽ എന്താണെന്ന് ചിന്തിക്കാനും പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോഴത്തെ സ്റ്റാൻഡ് അതാണ്, ഈ സമയത്തുള്ള സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ പേരോ ക്യാരക്ടറിന്റെ പേരോ മാറ്റാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ഇതിനകത്ത് ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഇൻവോൾവ് ആണ്. ആ പടത്തിന്റെ അത് വെച്ചിട്ട് തന്നെ ഇത് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് മുന്നോട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഫോൺ മുഖാന്തരം സെൻസർ ബോർഡിന്റെ ഓഫീസർ വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തോട് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് റിട്ടേണായിട്ട് കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നല്ലോ ഇപ്പം ഒരു ഫയൽ ചെയ്യേണ്ടി വന്നത്. അവരെന്താ പറയുന്നത്? അപ്പൊ അത് പറഞ്ഞപ്പോ
അത് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അതിന്റെ കാലതാമസം കൂടിയപ്പോഴാണ്, കാരണം നമുക്കിത് 27 റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു. നമ്മൾ ഇന്നലെയെങ്കിലും അത് കിട്ടുകയും പടം ഇന്ന് സെൻസർ ചെയ്യുകയും ചെയ്താൽ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് 27 വ്യാഴാഴ്ച റിലീസ് ചെയ്യും. ഇപ്പൊ തിയേറ്ററിലാണ് ചിത്രം, നമ്മൾ തിയേറ്ററുകളോടെല്ലാം കമ്മിറ്റ് ചെയ്തിട്ട് ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ മറ്റ് ലാംഗ്വേജുകളിൽ ഡബിംഗ് ഉൾപ്പെടെ ഓവർസീസ് ഉൾപ്പെടെ വലിയൊരു റിലീസ് പ്ലാനാണ് ചെയ്തിരുന്നത്. അപ്പം ലാസ്റ്റ് മിനിറ്റിലും നമുക്ക് ആ ഷോക്കോസ് നോട്ടീസിൽ എന്തെങ്കിലും രീതിയിൽ നമുക്കത് റിലീസ് ചില റിവ്യൂ കമ്മിറ്റി വെച്ച് റിലീസ് ചെയ്ത് ഈ ആഴ്ച തന്നെ റിലീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോന്നാണ് നമ്മൾ ഇന്നലെ വരെ നോക്കി. ഇനി അതിന്റെ സാധ്യത ഇനി ചൊവ്വാഴ്ച, ഇനി നമുക്ക് സെൻസ് അവർ കാണുന്നതിന് വ്യാഴാഴ്ചയാണ്. അപ്പൊ ഈ ആഴ്ചത്തെ റിലീസ് നടക്കില്ലെന്ന് ഉറപ്പാണ്. അപ്പൊ എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനായിട്ട്, അപ്പൊ അതിനാണ് ഷോക്കോസ് നോട്ടീസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രഷറൈസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു CBFCയുടെ. എന്ത് രീതിയിലാണ് ഒരു പ്രഷറൈസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണെന്നാണ് കുറെ നേരമായിട്ട് ചോദിക്കുന്നത്. അതിലേക്ക് വരാറുണ്ട്. ഫെഫ്കെ ആയാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും സിനിമയായിട്ട് ബന്ധപ്പെട്ട ഏതൊരു സംഘടനകളും മാത്രമല്ല, കേൾക്കുന്ന ഏതൊരു മനുഷ്യനും നമ്മളോട് അനുഭവപൂർണ്ണമായിട്ടാണ് പെരുമാറുന്നത്. നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മൂവ്മെന്റെങ്കിലും ഉണ്ടാകുന്നത്. പ്രഷറൈസ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചതിന്റെ കാര്യം മറ്റൊന്നുമല്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ലോക്കലായിട്ടുള്ള ലോക്കൽ ബോഡിയിൽ ഒരു പഞ്ചായത്തിൽ പോയാൽ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മൾ അനുഭവിക്കുന്ന ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും CBFC എന്ന് പറയുന്നത് ഒരു ബോർഡാണ്. നമുക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി രാവിലെ അങ്ങനെയുള്ള ഏരിയ അല്ല അത്. സ്വാഭാവികമായിട്ടും അവരവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും റെക്കോർഡർ ആവാത്ത രീതിയിൽ അവർ ശ്രമിക്കുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ ഫോണിൽ കൂടെ പറയുന്നത്. റിട്ടേൺ ആയിട്ട് അവർ തന്നെ ലേറ്റ് ആവുന്നതിന്റെ കാരണം അവർക്ക് പോലും ഒരുപക്ഷെ അത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അവർ റിട്ടേൺ എഴുതി തരേണ്ടതാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ പ്രദർശനം തടയുന്നു എന്ന് റിട്ടേൺ തരാതിരിക്കുന്നതിന്റെ കാരണം എന്ത് കാരണമായാലും ആ കാരണം ഒരുപക്ഷെ കോടതിയിൽ നിലനിൽക്കില്ലെന്നോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിട്ട് ബന്ധപ്പെടുമെന്നോ ഉള്ള എനിക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും, കാരണം ഇതില് എന്റെ എന്ന് പറയുന്നത് ഇതിന്റെ എന്താ പറയുന്നത് ക്രിയേറ്റിവിറ്റി ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇതിൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാർ ഇവരാണ് അതിന്റെ റൈറ്റ്സ് ഉള്ള ആൾക്കാർ. അപ്പം ഇതുവരെയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു പറയാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ആയി കിടക്കുന്നതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യന് ടെൻഷനാവും, പാനിക്കാവും, എന്ത് ചെയ്യുമെന്നറിയില്ല. കണ്ണിന്റെ മുമ്പിൽ പോസ്റ്ററുകൾ ഒഴുകി പോകുന്നു, തിയേറ്റർ ചാർട്ടിക്ക് പോകുന്നു. ബുക്ക് മൈ ഷോ എന്നുള്ളത് 27 നമ്മൾ ഫംഗ്ഷനിൽ വെച്ചിരുന്നു. മുന്നോട്ടുള്ള പ്രോഗ്രാമുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ 27, 28, 29 ദുബായിൽ സുരേഷ് ചേട്ടനെ കൂട്ടിയുള്ള അതിന് പോസ്റ്റർ വരെ ഇറങ്ങിയതാണ്. നമ്മള് ദുബായ് വിസിറ്റുകൾ, ഖത്തർ വിസിറ്റുകൾ, തിയേറ്റർ വിസിറ്റുകൾ. രാഗം സിനിമാസിലായിരുന്നു 27-ാം തീയതി ഏകദേശം 600-700 സ്ത്രീകളോട്ട് മാത്രം സുരേഷ് ചേട്ടൻ ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലെല്ലാം നിന്നുപോയി. ഇപ്പം ഇവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു എമൗണ്ട്, എനിക്കൊന്ന് 2-2.5 കോടി രൂപ മേളം കണ്ടോ അല്ലെ പബ്ലിസിറ്റിക്ക് മുടക്കി അത് റൺ ചെയ്ത് കറക്റ്റായിട്ട്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ എന്റെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോസ്റ്റർ ഇറക്കുമ്പോൾ പോലും ചിന്തിക്കാറുണ്ട് 3.5 കോടി ജനങ്ങൾ ഈ പോസ്റ്റർ എങ്ങനെ ചിന്തിക്കും, അതിനകത്ത് ഒരു ഫോണ്ട് ആവട്ടെ, കാരണം അത്രയേറെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഒരു സാധനം പുറത്തേക്ക് ഇറക്കുന്നത്. ആ ഒരു സിനിമ ഒരുപാട് തവണകളിൽ സംസാരിച്ച് നിന്നുപോയൊരു സിനിമ റിലീസിംഗിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ ഓരോ കണ്ടന്റ് പുറത്തു വിടുമ്പോഴും ഞങ്ങളെപ്പോഴും ടെക്നീഷ്യന്മാർ ഇരുന്ന് ഉരുകിയാണ് ഉണ്ടാക്കുന്നത്. രാവൊന്നും പകലൊന്നും ഇല്ലാതെ ഒരു ചെറിയ മൈന്യൂട്ട് പോലും പ്രശ്നം ഉണ്ടാകരുത്. അതിന്റെ കളർ ഫോണ്ടിങ് ആയാലും പാലറ്റ് ആയാലും അതിൽ ഓരോ ഫോട്ടോസ് ആയാലും. അതുകൊണ്ടാണ് ആ സിനിമ എന്റെ ഒരു 3-4 കണ്ടന്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ടീസർ ആയാലും ടീസറും എന്റെ പ്രൊമോഷൻ സോങ്ങും മോഷൻ പോസ്റ്റും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നതിന്റെ കാരണം അത്രയേറെ അധ്വാനം അതിന്റെ പിന്നിലുണ്ട്, അത്രയേറെ സപ്പോർട്ട് പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനൊരു സിനിമ ടീസറും ട്രെയിലറിനൊക്കെ ഈ സെൻസർ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ അത് സംസ്ഥാന റീജിയണൽ സെൻസർ ബോർഡ് തന്നാൽ മതിയോ, അതെ അവിടെ തന്നെ തരണോ? ഇവിടെ തന്നാൽ മതി, അങ്ങോട്ടേക്ക് അയക്കേണ്ട ആവശ്യമില്ല. അതായത് മാർച്ചിൽ നിങ്ങൾക്ക് ടീസറും ട്രെയിലറിനും സർട്ടിഫിക്കറ്റ് കിട്ടിയതാണല്ലോ തിയേറ്ററില്. ട്രെയിലറിനല്ല, ടീച്ചറിന് കിട്ടിയതാ. അത് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ട്രെയിലർ ടീസർ തിയേറ്റർ കളിക്കുന്നുണ്ട്. അതെ, വാക്കായിട്ട് വരുന്നുണ്ട്, എഴുത്തായിട്ട് വരുന്നുണ്ട്, നാമമായിട്ട് വരുന്നുണ്ട്, സബ് ടൈറ്റിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ടിവിയിൽ ന്യൂസ് കാണിക്കുന്നുണ്ട് ജാനകി വേഴ്സസ് ആ കേസ്. അപ്പൊ അതെല്ലാം മാറ്റണമല്ലോ, അത് നമുക്ക് വീണ്ടും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ DI എടുത്ത് അത് VFX വഴി അല്ലെങ്കിൽ CG ഏതെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ഇറേസ് ചെയ്യുക, പുതിയ പേര് അവിടെ എംബഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിന്റെ എല്ലാം കോസ്റ്റ് വരും, ഭയങ്കരമായിട്ട് കോസ്റ്റ് വരും. അത് വീണ്ടും മാസ്റ്റർ ചെയ്യണം. പിന്നെ ഈ കോടതി രേഖകൾ പല സ്ഥലങ്ങളിലും ജാനകി ഇവിടെ കോർട്ട് ഓർഡർ കാര്യങ്ങളെല്ലാം നമ്മൾ ക്യാമറ പതിഞ്ഞാണ്. അപ്പൊ അവിടെ എല്ലാം ഈ പേര് മാറ്റി കുറെ പ്രൊട്ടസ്റ്റുകൾ കാണിച്ചിട്ടുള്ള പ്ലേ കാർഡുകളുണ്ട്. അപ്പൊ ഇതൊക്കെ റൈസ് ചെയ്ത് ഈ പേര് മാറ്റം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കലി കുറച്ച് പണിയുള്ള ജോലി തന്നെയാണ്. ഈ പറയുന്നത് ഈ
സുരേഷ് ഏട്ടൻ തന്നെ കുറെ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് പേര്. ഈ പേര് പറഞ്ഞിരിക്കുന്ന എല്ലാം ഓരോ ഇമോഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഇമോഷൻ ഈ പേര് മാത്രം ഡബ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ ഒരു ടോട്ടൽ സെന്റൻസ് നമുക്ക് ഡബ് ചെയ്യേണ്ടി വരും. അപ്പം ഇത്രയും ഒന്ന് അനുപമ ഒഴികെ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് 99% ആൾക്കാർ ഈ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വിളിച്ചു വരുത്തി ഇത് ചെയ്യാന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. ഇതൊരു ലാംഗ്വേജ് മാത്രമല്ല, ഈ 96 ലാംഗ്വേജ് ആണ്. അത്രയും സ്ഥലങ്ങളിൽ ഡബിംഗ് ആർട്ടിസ്റ്റ് അത്രയും ലാംഗ്വേജ് വീണ്ടും ഡബ് ചെയ്യണം. എല്ലാ ലാംഗ്വേജിലും ഡബിംഗ് കഴിഞ്ഞാണ്. എല്ലാ ലാംഗ്വേജിലും ഡബിംഗ് ആർട്ടിസ്റ്റുകൾ വീണ്ടും ഡബ് ചെയ്യണം. അത് വന്നിട്ട് വീണ്ടും എഫേർട്ട് ആലോചിച്ച് നോക്കിയ. രണ്ടാന്ന് പറയുന്നത് ഇപ്പം ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ മുറി പണിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്ന മുറിയല്ലേ. ഇതിന് 4 പോയിന്റ് വയർ എടുക്കണം എന്ന് പറഞ്ഞ 1000 നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് 6-7 മൂലയ്ക്ക് ഓരോ എടുത്തിട്ട് ഒരു വയർ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിനുശേഷം ഇത് എങ്ങനെ ആയിരിക്കും ഇതിന്റെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ അത് നടന്നു കഴിഞ്ഞു. ജാനകി എന്ന് പറയുന്ന സിനിമ പിറവി എടുത്തു കഴിഞ്ഞ സിനിമയാണ്. അത് ജനിച്ചു കഴിഞ്ഞ സിനിമയാണ്. സെൻസർ ബോർഡ് അത് കാണുന്ന മൊമെന്റിൽ കണ്ടതിന് ശേഷം അവർ ഓക്കെ പറയുന്ന മൊമെന്റിൽ അത് ആ സിനിമ ജനിച്ച സിനിമയാണ്. വൈകാരികതകൾ ഉണ്ടാവുന്നുണ്ട്, അതിനെ മനസ്സിലാക്കണം ദയവീത്. അല്ല, നിങ്ങളുടെ സാഹചര്യത്തിൽ ഇപ്പൊ 27 അപ്പോ 26 നിങ്ങളുടെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എപ്പോഴായിരിക്കും റിലീസ് പറ്റുക? സെൻസർ കിട്ടുകയാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ എന്താ പറയേണ്ടത്? അതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് ആണ് പറയേണ്ടത്, ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും അതിനെപ്പറ്റി. തൊട്ടടുത്ത ദിവസം പറ്റുമോ? ഞാനല്ല അതിന്റെ ആൻസർ. നമ്മൾ ആഗ്രഹം അങ്ങനെ തൊട്ടടുത്ത ആഴ്ചയിൽ റിലീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ അടുത്ത ആഴ്ച വ്യാഴാഴ്ച വൈകിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഇല്ല, വെള്ളിയാഴ്ച പറ്റില്ല. തിയേറ്ററൊക്കെ ബുക്ക് ചെയ്യണം. അത് തിയേറ്റർ രണ്ടാമത്തെ കേസ് നമ്മൾ പറയുന്നത് അവരെന്ത് കണ്ടീഷനിലാണ് സർട്ടിഫിക്കറ്റ് തരുന്നത് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫേവറിൽ വന്നാൽ തന്നെ ഈ വ്യാഴാഴ്ച സർട്ടിഫിക്കറ്റ് നമുക്ക് വെള്ളിയാഴ്ച കൊണ്ടുപോയിട്ട് സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും തിയേറ്ററിലോട്ട് കണ്ടന്റ് എത്തേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു കണ്ടന്റ് ഒരു തിയേറ്ററിലോട്ടും ഈ പ്രൊവൈഡേഴ്സ് അയക്കില്ല. കാരണം അവർക്കറിയില്ല എന്ത് ചേഞ്ചാ വരുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് തിയേറ്ററിലോട്ട് കണ്ടന്റ് എത്തിക്കാൻ പറ്റുള്ളൂ. ലോജിസ്റ്റിക്കലി അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരാഴ്ചയെങ്കിലും നമുക്ക് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരും. ഈ ഹർജി നൽകിയിരിക്കുന്ന ഹർജിയിൽ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഷോപ്പ് നോട്ടീസിന്റെ കാര്യം മാത്രമാണോ അതോ ഒന്നെങ്കിൽ സെൻസസ് സർട്ടിഫിക്കറ്റ് തരിക, അല്ലെങ്കിൽ ഷോപ്പ് നോട്ടീസ് തരിക. കുഴപ്പമൊന്നുമില്ലെങ്കിൽ സെൻസസ് സർട്ടിഫിക്കറ്റ് തരിക, അല്ലെങ്കിൽ കാരണമുണ്ടെങ്കിൽ ഷോക്കോസ് നോട്ടീസിൽ അത് മെൻഷൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് തരും. ഷോക്കോസ് നോട്ടീസ് തരുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ് കണ്ടിച്ച്, അല്ലെങ്കിൽ കഴിവത് ഈ പേരിൽ തന്നെ നമുക്ക് സെൻസർ ചെയ്ത് തരിക. അതാണ് നമ്മുടെ റിക്വസ്റ്റ്. സാധാരണഗതിയിലെ ഇപ്പോൾ നമ്മൾ ഇതിന് പോയാൽ എത്ര സമയം കൊണ്ടാണ് ഇത് അപ്രൂവൽ ആയിട്ട് വരുന്നത്? നോർമൽ 1-2 ദിവസം. പല സിനാരിയോ ഉണ്ട്. ചില നിർമ്മാതാക്കൾ രാവിലെ സെൻസർ കഴിഞ്ഞാൽ ഇതിൽ വൈകിട്ട് തന്നെ കിട്ടാം. ചിലപ്പോൾ പിറ്റേ ദിവസം കിട്ടും. അത് എത്ര സിനിമകൾ ഓൾ ഇന്ത്യ സെൻസർ ചെയ്യുന്നു അതിന്റെ ക്യൂ പ്രോസസ് പോലിരിക്കും. ചിലർക്ക് അന്ന് തന്നെ കിട്ടിയ ചരിത്രമുണ്ട്. ഞാനിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ നിലയിൽ കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് 50ഓളം മലയാള ചിത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞാണ്. ചിലപ്പോൾ അന്ന് തന്നെ കിട്ടാം, ചില ദിവസം പിറ്റേ ദിവസം ആയിരിക്കും അത് കിട്ടുക. ചിലപ്പോൾ മാക്സിമം 2 ദിവസം. തോന്നുന്നുണ്ടോ ആരാണ് ഈ സെൻസർ ബോർഡ് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? റീജിയണൽ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ട് മനസ്സിലാക്കിയാൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അല്ല, റീജിയണൽ സെൻസർ ബോർഡ് സിനിമ കാണുകയും ആ സിനിമയെ പറ്റി ഞാനുമായിട്ട് പോയിരുന്ന് പേർട്ടിരുന്ന് സംസാരിക്കും. മുംബൈയിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാണാൻ വഴിയില്ല. കണ്ടു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് വരാനും സാധ്യത കുറവാണ്. നമ്മളനുസരിച്ച് അങ്ങനത്തെ ഒരു അവരുടെ ആസ്പെക്ട് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അവരുടെ ഷോക്കോസ് നോട്ടീസ് നമുക്ക് കിട്ടണം. അതല്ല നമുക്ക് എന്ത് ഗസ് നടത്തിയിട്ട് നമ്മൾ പറയുന്നൊന്നും ആയിരിക്കണമെന്നില്ല അവർക്ക് പറയാനുള്ള കാര്യം. അതുകൊണ്ട് നമുക്കത് കിട്ടാത്തടത്തോളം കാലം നമ്മൾ അവരെന്ത് ചിന്തിച്ചു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കാര്യത്തിൽ ഒരു അസാധാരണമായിട്ടൊരു ഡിലേ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അതാണ് എത്ര ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു? ഇപ്പൊ നാളെ ആകുമ്പോഴേക്കും ഒരാഴ്ച എട്ടാത്ത ദിവസമാണ് നാളെ സെൻസർ കഴിഞ്ഞിട്ട്. 12-നാണ് നമ്മളിത് അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല, അത് ക്യൂ അനുസരിച്ച് കിട്ടില്ല. 18-നാണ് സെൻസർ പ്രദർശനം നടന്നത്. സെൻസർ പ്രദർശനം നടന്നാൽ നോർമലി അടുത്ത 1-2 ദിവസത്തിന് വരേണ്ടതാണ് സാധാരണഗതിയിലുള്ള നടപ്പ്. അത് എത്ര അങ്ങനെ അതിൽ കൂടുതൽ സാധനം സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ റീജിയണൽ അന്വേഷിച്ചപ്പോഴാണ് അവിടുന്ന് പേരുമായി ബന്ധപ്പെട്ടത്. അതെ. ഞാൻ ചോദിക്കുന്നത്, ഈ സീതാദേവിയുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ അപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും മെൻഷനിങ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നോ? ലേറ്റിന്റെ കാര്യം മാത്രമാണോ? അറിയില്ല, റീസൺ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് അതൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ കേൾക്കുന്നല്ലാണ്ട് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ജാനകി എന്നുള്ള ടൈറ്റിൽ മാറ്റണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് മാത്രം റീജിയണൽ ഓഫീസ് ജാനകി ടൈറ്റിൽ മാറ്റണം, അത് നമ്മളുടെ ഇവിടുത്തെ ഒരു അൺഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചതാണ്. ഇവിടുത്തെ റീജിയണൽ സെൻസർ ഓഫീസറാണ് അൺഒഫീഷ്യലായിട്ട് അറിയിച്ചത്. ഈ ജാനകി എന്നുള്ള പേരോ അങ്ങനെ എന്തെങ്കിലും എന്താ വാക്കുകള് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു മാർഗനിർദ്ദേശം. അത് അൺപാർലമെന്ററി വാക്കുകൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അതിന്റെ അകത്ത് ഇങ്ങനെ പേരുള്ളൂ. അങ്ങനെ ഒരു അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദപ്രയോഗമോ അല്ലെങ്കിൽ
അങ്ങനെയൊന്നും ഇതിനകത്ത് ഇല്ല. ഒരാൾക്ക് പറ്റിയ സംഭവമാണ്. അപ്പോൾ അത് നമ്മളിത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ ഫോളോ അപ്പ് ഇതിനകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വൈകിയ സമയത്ത് വിളിച്ചിട്ട് നിങ്ങൾ എത്തിയതിൽ വളരെ നന്ദി. മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അത് അതിന്റെ പേരില്ല. ഭയങ്കരമായ ഭീഷണി സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പത്രത്തിലേക്ക് ഭീഷണി കാണാം ഈ പേരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. അന്ന് എം പി പത്മകുമാറിനോട് അന്ന് അവര് പറഞ്ഞത് ചില പേരുകൾ അവർ നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പേര് നമ്മൾക്ക് ഷോക്കോസ് ഇതുവരെ വന്നില്ല, റീസൺ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല അങ്ങനെ ഒരു ഷോക്കോസ് നോട്ടീസിലല്ല നിർദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങൾ അറിയാവുന്ന ഒരു സത്യമാണ്. എനിക്ക് അറിയാവുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ആണെന്ന് അറിയാം നമുക്ക്. ഈ സിനിമ 2018 ഈ ഇരിക്കുന്നതിൽ ഏറ്റവും വലിയ BJP-ക്കാരനാണ് ഈ ഇരിക്കുന്ന മനുഷ്യനെന്ന് എനിക്ക് നല്ലത് അറിയാം. അപ്പൊ എനിക്ക് ഈ സിനിമയിൽ ആദ്യം 2018 ഈ സിനിമ അഡ്വാൻസ് തരുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹം കാണാത്ത എന്താണ് ആ സിനിമ ഉള്ളതെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയം അല്ല അങ്ങനെ എനിക്കറിയാവുന്ന ഒരു ഡയറക്ടർ എന്നുള്ളത് എന്റെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല ഇതെന്തിനും അവർ ഷോക്കേസ് നോട്ടീസ് നമ്മൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ എങ്ങനെ അതിനെപ്പറ്റി ഒരു അതിന്റെ റീസൺ എന്താണെന്ന് അവർ പറയുന്നത്. റിജക്ട് അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനോ അത് പെൻഡിങ് വെക്കാനുള്ള റീസൺ ഇതുവരെ നമ്മുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞിട്ടില്ല. അത് അറിയാത്തപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് പറയാം. അതിപ്പോ നാളെ മറ്റന്നാളോ കോടതിയിൽ നിന്ന് അനുവദിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഷോക്കോസ് കിട്ടിയാൽ നമ്മൾ വീണ്ടും നിങ്ങളായിട്ട് സംവദിക്കാം. അതിനുള്ള ഇപ്പൊ റിവ്യൂ നടന്ന് ഷോക്കോസ് ഇല്ലാതെ തന്നെ റിവ്യൂ നടന്ന് സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും തരുന്നത്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു കണ്ടന്റ് ഇല്ല, കിട്ടാതിരിക്കാനുള്ള ഒരു കണ്ടന്റ് അതിനകത്ത് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് റിവ്യൂ കമ്മിറ്റിയുടെ ഇതിൽ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത് അല്ല, അത് അവരെന്നെ അറേഞ്ച് ചെയ്തതാണ്. ആ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അപേക്ഷിക്കണമെങ്കിൽ ഷോക്കോസ് നോട്ടീസ് ആദ്യം തരണം. ഷോക്കോസ് നോട്ടീസ് തരാതെ അവരെന്നെ ഇന്റേണൽ അറേഞ്ച്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് മൂവ് ചെയ്തേ പിന്നെ ഇന്ന് കേസ് മൂവ് ചെയ്തേ പിന്നെ വൈകിട്ടാണ് നമ്മൾ വിളിച്ചറിയിച്ചത്. എന്തുകൊണ്ട് അവർ പെട്ടെന്ന് അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ തരാൻ പറ്റില്ലെന്ന് പറയുന്നു. അവർ തന്നെ റിവ്യൂ കമ്മിറ്റി അല്ല, അത് കേസ് മൂവ് ഇടപെടൽ ഉണ്ടായിട്ട് അല്ല കേസ് മൂവ് ചെയ്തു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവരിത് പറഞ്ഞിട്ടുള്ളത്. ചെയ്തു. നാളെ ഇതുണ്ടാവും അതിന്റെ ഭാഗം. താങ്ക് യു